അങ്ങനെ ആരെങ്കിലും നമ്പർ ഷെയർ ചെയ്യുമോ അങ്ങനെ ലൈവില്? അപ്പോൾ അങ്ങനെ ആരോടും ചോദിക്കാൻ പാടില്ല. ഓക്കെ. ഞാൻ ഇനിയൊരു ഞാൻ കാണിച്ചൊരു വലിയ മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ചെയ്തൊരു ലൈവില് ഞാൻ അക്ഷയാണോ ആണെന്ന് തോന്നുന്നു, അക്ഷയ സെൻറ്ററിൽ നിന്നിട്ട് ഞാൻ അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്പർ ചോദിച്ചായിരുന്നു, ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു. ഞാനപ്പോൾ അതിൽ നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാൻ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പക്ഷെ അതിന് മുന്നേ 2-3 വട്ടം എന്നോട് ചോദിച്ചായിരുന്നു നമ്പർ. അപ്പോഴൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്പർ പറഞ്ഞു കൊടുത്തത്. പക്ഷേ എപ്പോഴോ ഒരു തവണ ചോദിച്ചപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആ ലൈവിലുണ്ടായിരുന്നു, ലൈവിൽ കേട്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നേ ഇല്ല. ഞാൻ ആ ലൈവ് പോസ്റ്റ് ചെയ്തു, കുറേ പേര് കണ്ടു, അങ്ങനെ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഞാൻ അന്ന് അയ്യോ അവിടെ നമ്പർ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ, ഞാനപ്പോൾ അന്ന് ലൈവിലുണ്ടായിരുന്നല്ലോ, അത് മ്യൂട്ട് ആക്കിയിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മ്യൂട്ട് ആക്കിയിട്ടുണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ലൈവ് ഓണായിരുന്നത് നമ്പർ ചോദിച്ചതും ഒക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് വേഗം ഞാൻ ചെന്ന് ലൈവ് നോക്കിയപ്പോഴേക്കും അത് മ്യൂട്ടായിട്ടില്ലായിരുന്നു. 2-3 വട്ടം ചോദിച്ചതൊക്കെ ഞാൻ മ്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ എങ്ങനെയോ അത് മറന്നുപോയി, വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്പർ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ ഇപ്പോൾ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങനെ എന്താണ് ആരും ഇപ്പോൾ നമ്പർ അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ആക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ വലിയ ആളൊന്നും ആകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പേടി. ഞാൻ പിന്നെ കരുതി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പതിവില്ലാതെ എല്ലാ ലൈവിനെയും അപേക്ഷിച്ച് ആ ലൈവിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇത്രയും വ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി അത് പ്രൈവറ്റ് ആക്കണോ എന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്തോ ഒരു പേടി. അപ്പം അതുകൊണ്ട് അതിനെ കരുതിയിട്ട് ഞാൻ പിന്നെ അത് പ്രൈവറ്റ് ആക്കി. അതുകൊണ്ട് ഇപ്പം അത് കാണാൻ പറ്റത്തില്ല.